മജ്‌ലിസിനോട് തെറ്റാണെന്ന് പറയാ എല്ലാവർക്കും അറിയുന്ന ആയത്തില്ലയോ, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്ത്രം നടത്തി പിന്മാറിക്കളയുന്ന ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ജനങ്ങളുടെ രാജാധിരാജനായ, ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ് എന്നല്ലേ ഖുർആൻ പറഞ്ഞേ. ഇപ്പുറത്ത് നമ്മളാരാ പറഞ്ഞേ? നിസ്കാരത്തിലും അല്ലാഹ്നോട്. പുറത്ത് കടന്നപ്പോഴാണ് ബിദഅത്ത് വന്നപ്പോഴാ പ്രശ്നം. നിനക്കറിയോ, സാക്ഷാല് ബദറിന്റെ രണഭൂമിയിൽ ബദരീങ്ങൾക്കെതിരെ പോരാടിയ ആളാ ഇബ്ലീസ്. 300 ചില്ലാനും ബദരീങ്ങളെ കണ്ട് ഇബ്ലീസ് ഓടിയിട്ടില്ല. പിന്നെ ഇബ്ലീസ് ഓടിയതെപ്പോഴാ? ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓടിയത്. ഞാൻ അല്ലാഹനെ പേടിക്കുന്നു. ഇബ്ലീസ് പേടിച്ച അല്ലാഹനോട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിച്ചോ, ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിച്ചോ. പിന്നെ അല്ലാഹന്റെ നാമത്തിൽ ആരംഭിച്ചിട്ട് പറയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്. അവിടെ കുത്തുബില്ല, കിതാബില്ല, ഔസുൽ അഅ്ദമില്ല, എല്ലാ ലോകത്തിന്റെയും അച്ചുതണ്ട് പോലും മഹാനെന്നില്ല. അല്ലാഹ് നിനക്കാണ് സർവസ്തുതികളുമെന്നാണ്. ലോകത്തിന്റെ നിയന്ത്രണങ്ങളെ വകവെച്ചു കൊടുത്തിട്ടില്ല. കോഴിക്കോട് മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആറടി മണ്ണിലെ മറവ് ചെയ്യപ്പെട്ട ചിറ്റടിമേത്തിൽ അബൂബക്കർ മുസ്ലിയാരാ ലോകം നിയന്ത്രിക്കുന്നതെന്ന വാദം പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്. ഇതിന്റെ ഗ്യാസ് കളയാൻ വലിയ ഡയലോഗൊന്നും വേണ്ട. നമ്മളുടെ ഈ മംഗലാപുരത്ത് ഒരു സാധാരണക്കാരൻ വജ്ബ എയർപോർട്ടിൽ നിന്ന് സൗദി അറേബ്യ പോയിട്ട് അവിടെ ജോലി ചെയ്ത് കഫീലിന്റെ അടുക്ക ജോലി ചെയ്യുമ്പോ കഫീലിനോട് പറയാ, കഫീലെ, ലോകം നിയന്ത്രിക്കുന്നത് ആരാന്നറിയോ? ഞങ്ങളുടെ നാട്ടിലെ ഇന്ത്യയിലെ ഞങ്ങളുടെ മംഗലാപുരത്തിന്റെ അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയ കേരളത്തിന്റെ കോഴിക്കോട് മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറടി മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട CM മടവൂർ എന്ന ചിറ്റടിമയത്തിൽ അബൂബക്കർ മുസ്ലിയാരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് മംഗലാപുരത്ത് പോയ സക്കാഫി അറബി കഫീലിനോട് പറഞ്ഞ കഫീൽ ചോദിക്കുന്നത്, മജ്നൂനിയ സക്കാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ സക്കാഫിയെന്ന്? അത്ര കാറ്റേനുള്ളൂ. നിങ്ങൾ എന്നെ ആലോചിച്ചൊക്കെ. നിങ്ങൾ ആരെങ്കിലും കേട്ടുണ്ടോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു? എന്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു? നമ്മൾ കേട്ടിട്ടില്ല. ചിറ്റടിമയത്തിൽ അബൂബക്കർ മുസ്ലിയാർ ലോകം നിയന്ത്രിക്കുന്നു എന്ന് കേട്ടു. പക്ഷേ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുദബ്ബിറുൽ ആലം സാരി, ലോകം നിയന്ത്രിക്കുന്നത് അലിയാണെന്ന് പറഞ്ഞത് ഷിയാക്കളാ. അയിന്ന് കിട്ടിയതാണ്. ഇനി അള്ളാന്റെ നാമവിശേഷങ്ങൾ സമസ്ത മുജാഹിദീനൊക്കെ നെഞ്ചത്ത് കൈയ്യട്ടി വള്ളയമ കൈയ്യട്ടിട്ടൊക്കെ പറയണ എന്താണ്? പടച്ചോനെ വാഴ്ത്താൻ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനും അല്ലാഹ്. എന്റെ മുരീദ് നരകത്തിലില്ലാന്ന് പാടുന്നില്ല, എന്നെ പിടിച്ചോരെ പേടിക്കണ്ടെന്ന് പാടുന്നില്ല. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ആരാധിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം സഹായം തേടുന്നു അല്ലാഹ്. മുത്തുനബിയാണ് ആയത്തിനെ പഠിപ്പിച്ചത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട്, സഹായം തേടുന്നുവെങ്കിൽ അതും അല്ലാഹുവിനോട് മാത്രമാകണേ. എല്ലാവരും അതാ പറഞ്ഞേ, അല്ലാഹുവേ നിന്നോട് സഹായം തേടുന്നു. മൊയ്‌ദി ശൈഖ് ബദരീങ്ങളെ മെമ്പറത്തെ തങ്ങളെ ഉള്ളാളെ മുപ്പരെ ഇല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. ആരോട്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം,
നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ അല്ലാ. അള്ളാനോടാ. പക്ഷേ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മൊയ്ലേര് പറയുന്ന ഒരു കുത്തുബിയ്യത്തുണ്ട്. ആരോടാ തേടി? അല്ല ഉടമപ്പെടുത്തി തന്ന അങ്ങ് പ്രവേശിച്ചതായ നേർമാർഗത്തിലോട് ഞങ്ങളെ നയിക്കണേ ശൈഖാ. നിസ്കാരത്തിൽ ഉസ്താദ് പറഞ്ഞു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. തൗഹീദല്ലേ ഉള്ളു, സുന്നത്തിലോ ഏതാണ് നേരായ പാത? അല്ലാഹ് അൻഅംത അലൈഹിം അനുഗ്രഹിച്ചവരാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം നീ കോപിച്ചവരല്ല, വലല്ലാലിൻ വഴിപിഴച്ചവരല്ല, ജൂത ക്രിസ്ത്യാനികളുടെ മാർഗമല്ല അല്ലാഹ്. നിസ്കാരത്തിൽ ളുഹർ നിസ്കാരത്തിലെ മംഗലാപുരത്ത് മുഹമ്മദ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലിൻ ആമീൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തേടിയിട്ട് ഇങ്ങനെ ഒരു ഖബർ സിയാറത്ത്, ഒരു ജാറ സിയാറത്ത്. ഖബർ സിയാറത്ത് ഇസ്ലാമിൽ സുന്നത്താണ്, ചെയ്യേണ്ടതാണ്, പുണ്യാണ്. പക്ഷെ ഒരു ജാറത്തിന്റെ അടുത്ത് പോയിട്ട് മൂപ്പരെ ബീവി കാക്കണെന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ക്രിസ്ത്യാനിയായ ജോസഫിനെ കാണുമ്പോ ജോസഫ് ചോദിക്കുക, അല്ല മുഹമ്മദ്, നിങ്ങളുടെ ഖുർആനിൽ ഞങ്ങളുടെ മറിയം ബീവിനെ പറ്റി ഉണ്ടല്ലോ. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് മറിയം എന്നാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിലോ അവിടെ മറിയം ബീവിനുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിലോ അവിടെ മറിയം ബീവിണ്ട്. എന്നാ മറിയമെ രക്ഷിക്കണമെന്ന് ചോദിക്കാൻ പറ്റുമോ? പാടില്ല. നിനക്കെതിരെ ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലിൻ. മറിയമെ രക്ഷിക്കണം ചോദിക്കണത് പഴച്ച വിശ്വാസാണ്. ശരി, നമ്മുടെ ഭീമ ഉമ്മിച്ചാനെ പറ്റി, മുനമ്പത്ത് ബീവിനെ പറ്റി അള്ളാന്റെ ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസ് ഗ്രന്ഥങ്ങളിലോ അവിടെ ഇല്ല, ചരിത്ര ഗ്രന്ഥങ്ങളിലോ അവിടെ ഇല്ല. എന്നാ മുനമ്പത്ത് ബീവിയെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഇപ്പൊ തമ്മിപ്പാദം ജോസഫാണോ മുഹമ്മദാണോ? ഖുർആൻ പറഞ്ഞിട്ടും ഹദീസ് പറഞ്ഞിട്ടും ചരിത്രഗ്രന്ഥം പറഞ്ഞിട്ടും മറിയം ബീവിയോട് തേടരുത് എന്ന് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലിൻ ആമീൻ നിസ്കാരത്തിൽ പറഞ്ഞിട്ട് ഖുർആനിലുമില്ല, ഹദീസിലുമില്ല, ചരിത്രഗ്രന്ഥങ്ങളിലുമില്ല. എവിടെ ജനിച്ചു എന്ന് പോലുമില്ല. ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാനേറൊക്കെ പെറ്റ നാട് നല്ല വെളിയങ്കോട്ടും മരക്കാളി കുഞ്ഞുമരക്കാർ ഷഹീദോരെ ബഹുമാനേറൊക്കെ പെറ്റ നാട്. ജനിച്ച നാടറിയില്ല, പേരറിയില്ല. മഹാന്മാരുടെ നാട്ടിൽ കിട്ടിയതിന്റെ പേരിൽ മാത്രം ബീവിയെ രക്ഷിക്കണമെന്ന് ചോദിക്കണോര്. ഞാന് 15 കൊല്ലം മുമ്പ് പുത്തൂരെ ഞാൻ ആ വിഷയം സംസാരിച്ചു. അത് ഞാൻ പറഞ്ഞു, ഊരും പേരറിയാതെ മഹാന്മാരുടെ നാട്ടിൽ ജനിച്ചുകൊണ്ട് വലിയ അവനെ ലോകത്ത് ഏറ്റവും വലിയ അബൂജഹലാണ്. കാരണം എന്താ? ഊരും പേരറിയാമേ ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാനേറൊക്കെ പെറ്റ നാട് നല്ല മുത്ത് റസൂൽ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് ഉസ്മാൻ അലിയോരെ ബഹുമാനേറൊക്കെ പെറ്റ നാട്. പിന്നെ കടൽക്കരയെ കിടന്നിട്ട് മത്സ്യം തിന്നില്ല എന്നുള്ളതാണ് അടുത്ത കറാമത്ത്. ഞാനൊക്കെ ആലോചിച്ച് ഫിറോവിന്റെ ഡെഡ് ബോഡി ഒന്നും നമ്മുടെ ഉള്ളാളത്തും മംഗലാപുരത്തും അടിയാഞ്ഞ് നന്നായി. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ജാറ ഇവിടെ ഉണ്ടാക്കൂല്ലേ ഫിറോവിന് ഉപ്പാപ്പാൻ അല്ലാഹു മറക്കത. കാരണം എത്ര കൊല്ല കടലിൽ കിടന്നേ. അപ്പോ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇത് നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞ തൗഹീദ് അല്ലാതെ ഒന്നും നമ്മൾ പറഞ്ഞില്ല. ഇല്ല, റുകൂഇലെ വാഴ്ത്തി പറഞ്ഞതല്ല, സുജൂദിലെ തേടിയതുമല്ല. 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തില് 7 കാര്യങ്ങൾ ചോദിച്ചതുമല്ല. അവസാനത്തെ അത്തഹിയ്യാത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും അല്ല. റബ്ബല്ലാത്ത ആരോടുമില്ല. എന്നാലും നമ്മുടെ ആൾക്കാരുണ്ട് അതിനിടയിൽ വല്ല പ്ലൂട്ടോണിയം കിട്ടുമെന്ന് തപ്പി നോക്കുന്ന ആൾക്കാര്. അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞു അത്തഹിയ്യാത്തിലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞില്ല, അത് നബിയോട് ചോദിക്കാൻ ആ തെളിവ് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നു. അവരോട് നമുക്ക് പറയാനുള്ള എന്താ അറിയോ? അള്ളാന്റെ മുത്തുനബി നിസ്കരിക്കുമ്പോ എന്താ തേടിയേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നബിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒന്ന്, റസൂലി ഇമാമും മഅ്മൂമീങ്ങള് സഹാബത്തുമായിരിക്കെ മഅ്മൂമ് നിൽക്കണ സഹാബത്ത് എന്താ തേടിയേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അപ്പൊ ഇമാം നിൽക്കണ റസൂലുള്ളാഹി വഅലൈക്കും അസ്സലാം എന്നാ പറഞ്ഞേ? അല്ലല്ലോ, അല്ല.
അത് നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാം. ഇനി ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു നോക്കാം. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, അത് മുത്തനബിയോടുള്ള വിളിയല്ല, റസൂലിന് വേണ്ടിയുള്ള ദുആയാ. ഞങ്ങളുടെ നബിക്ക് രക്ഷ കൊടുക്കണേ അല്ലാഹ്. തൗഹീദല്ലാത്ത ഒന്നും കാണൂല ഇസ്ലാമിൽ, എവിടെയും തൗഹീദാണ്. പ്രിയമുള്ളവരെ, ഒരൊറ്റ പോയിന്റ് മനസ്സിലാവാൻ കൂടെ പറഞ്ഞ് അതിന്റെ ആദർശം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ഇവ നമ്മളെ ദിനാഘോഷങ്ങളുണ്ട് ഇസ്ലാമിലെ. ഇസ്ലാമിലെ ദിനാഘോഷങ്ങളിലെ തൗഹീദല്ലാതെ കാണാൻ പറ്റുമോ? ചെറിയ പെരുന്നാള്, വലിയ പെരുന്നാള്, നമ്മളെന്താ തക്ബീർ ചൊല്ലല്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നീയാണ് ഏറ്റവും വലിയവൻ, നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. ഹജ്ജ് പെരുന്നാളിന് ദുൽഹജ്ജ് മാസത്തില് ഇബ്രാഹിം നബിയുടെ ത്യാഗം പറയുമ്പോ, ഇസ്മായിലിന്റെ നൊമ്പരങ്ങളെ പറയുമ്പോ, ഹാജറിന്റെ വേദനകൾ പറയുമ്പോ, ഇവർ ആരുടെയും ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ചോദിക്കണില്ല, അല്ല കൊടുത്ത കഴിവുകൊണ്ട് ചോദിക്കണില്ല, ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കണില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇസ്ലാം അങ്ങനെയാ. പക്ഷെ നമ്മൾ ദിനാചരണം ഉണ്ടാക്കി. ഒന്ന് നബി ദിനം, റബീഉൽ അവ്വൽ 12. സത്യത്തിൽ മൗലൂദ് ഓതാൻ വന്ന ഉസ്താദ് പറഞ്ഞു, വീട്ടുകാരാ മുത്തുനബി ജനിച്ച ഏത് ദിവസം അറിഞ്ഞൂടാ, ഏത് മാസം അറിഞ്ഞൂടാ. അത് ഉസ്താദ് നമുക്ക് കന്നഡയിലോ ബാരിയിലോ മലയാളത്തിലോ പറഞ്ഞ മൊയിലിയെ നമ്മൾ വെറുതെ വിടൂല. പക്ഷെ ഉസ്താദ് പറഞ്ഞത് അറബിയിലായി പോയി. മൗലൂദ് കിതാബ് 5-ാമത്തെ പേജ്, താഴ്ന്ന മേലക്ക് 3-ാമത്തെ ലൈൻ. വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി വഫീ ശഹരിഹാ വഫീ യൗമിഹാ മിനൽ ഉലമാഇ താരീഖിൽ മർവിയാ. റസൂലുള്ളാഹി ജനിച്ച ദിവസത്തിലും മാസത്തിലും വർഷത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ നബിദിനാഘോഷപ്പോ ആൾക്കാർ ആരോടാ തേടി? പുതിയതാണ്, ഷിയാക്കളാണ് കൊണ്ടുവന്നത്. ഷിയാക്കളിലെ തീവ്ര വിഭാഗമായ ഫാത്തിമിയാക്കള് അള്ളാന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചവരാണവർ. വീണ്ടും അതിനെ തിരിച്ചു വാങ്ങി വെച്ചപ്പോ ദൂരെ നിന്ന് അമ്പ് ചെയ്ത് അതിനെ 7 കഷ്ണമാക്കിയതും ആ ഫാത്തിമിയാക്കളാണ്. മുല്ല ഉമർ എന്ന ഷിയായാണ്. ദീനിനോട് മഹബ്ബത്തുള്ളവരല്ല. അവര് കൊണ്ടുവന്ന പുത്തൻ ആചാരം നബിദിനം. നബിദിനം കൊണ്ടുവന്നപ്പോ നമ്മൾ ആരോടാ തേടി? നബിയോട് ഒരു ഇർത്തകബത്ത് മാത്രമല്ല, യാ സയ്യിദ സാദാത്ത് മാത്രമല്ല, അബ്ദുഹു കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ലഫീറോ. നബി അങ്ങയുടെ പാവപ്പെട്ടതായ അടിമയിതാ വന്നിരിക്കുന്നു നബിയേ. റസൂലെ അങ്ങയുടെ അടിമ വന്നു എന്നാണ്. ഓക്കെ, നബിദിനം കഴിഞ്ഞു, റബീഉൽ അവ്വൽ. അടുത്ത മാസം എന്താ വന്നു? ജീലാനി ദിനം. അപ്പൊ ആരോടാ തേടിയ? ജീലാനി. നിങ്ങൾ വിചാരിക്കും നബിദിനം പറഞ്ഞ നബി ജനിച്ചതിന്റെ പേരിലാണല്ലോ. അപ്പൊ ജീലാനി ദിനം ജീലാനി ജനിച്ചതാ? അല്ലാട്ടോ, ജീലാനി മരിച്ചതാ. എന്താ ജീലാനി ജനിച്ച ദിവസം ജീലാനി ദിനം ആഘോഷിക്കാത്ത? അത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്കൽ ആണ്ടുണ്ട്. ഇവരുടെ 12 മാസത്തെ സ്കെച്ച് കറക്റ്റാണ്. നബിദിനം, ജീലാനി ദിനം, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആണ്ട്, റിഫായി ഷെയ്ഖിന്റെ ആണ്ട്, അങ്ങനെ പോയി റമദാനിൽ ബദരീങ്കൽ ആണ്ടു, അങ്ങനെ പോവരെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ജീലാനിദം വന്ന് ആരോടെ തേടാ? ആദരവായ റസൂലൊളിവേ 14-ാം മകനായവരെ ബദാദിൽ മറപ്പെട്ടൊളിവേ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ കാത്തിടണേ. മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിച്ചു. കുത്തുബിയത്തിലോ അവിടെ തേടി, മൊഹീദ്ദീൻമാലയിലോ അവിടെയും തേടി. മൊയ്തീൻ ഷെയ്ഖ് തൗഹീദ് പറഞ്ഞ ആളാട്ടാ. അദ്ദേഹത്തിന്റെ കിതാബ് ഫത്ഹുർ റബ്ബാനി, ഫുതുഹുൽ ലൈബ് മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയുന്ന ഉന്നയത്തു താലിബീൻ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അള്ളാന്റെ കഅബാലയത്തിലെ മക്കയിലൊക്കെ പോകുമ്പോ, ഉംറക്കൊക്കെ പോകുമ്പോ അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കണം. 2 മുഹിയുദ്ദീൻമാർ, ഒരു കുത്തുബിയത്ത്, അവര് മേപ്പെട്ടോക്കും. അവിടെ പോയി നിങ്ങൾ ചോദിക്കുക, അബ്ദുൽ ഖാദർ ജീലാനിയുടെ കിതാബ് കിട്ടോ? അപ്പൊ കിട്ടും ഫത്ഹുർ റബ്ബാനി, ഫുതുഹുൽ ലൈബ് മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉന്നയത്തു താലിബീൻ.
ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ അല്ലാമ യൂസുഫ് ബിൻ അയ്യൂബുൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴില് 18-ാമത്തെ വയസ്സ് മുതൽ 26 വയസ്സ് വരെ പഠനം നടത്തിയ പണ്ഡിത കുലപതിയ അബ്ദുൽ ഖാദർ ജീലാനി. അല്ലാണ്ട് ഡ്രൈവറില്ലാണ്ട് കാറോടിച്ച് വന്ന ആളും പച്ചക്കുതിരക്ക് മേലെ പാതിരാത്രി വന്ന് കാളിത്തള്ളക്ക് പ്രദർശനം കൊടുത്ത ആളൊന്നുമല്ല. ഒക്കെ നിങ്ങളുണ്ടാക്കിയ കെട്ടുകഥയാ. അദ്ദേഹത്തിന് മുഹിയുദ്ദീൻ എന്ന പേര് കിട്ടിയത് ഒരു മുഹിയുദ്ദീൻ മാലെ പറയണത്, ദീനുൽ ഇസ്ലാം മനുഷ്യക്കോലത്തിൽ മരിക്കാനായി കിടക്കുമ്പോ ചെരുപ്പില്ലാതെ വെള്ളിയാഴ്ച ദിവസം വന്ന അബ്ദുൽ ഖാദർ ജീലാനി തലോടിയപ്പോ ദീനുൽ ഇസ്ലാം എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, ഞാൻ ദീനുൽ ഇസ്ലാമാണ്, മനുഷ്യരൂപത്തിൽ വന്നതാണ്, മരിക്കാനായതാണ്, താങ്കളാണ് എനിക്ക് ജീവൻ തന്നത്, അതുകൊണ്ട് താങ്കളുടെ പേര് മുഹിയുദ്ദീനാണ്. സമസ്തയുടെ ഔദ്യോഗിക മുഹിയുദ്ദീൻമാല വ്യാഖ്യാനം ഓദർ മുസ്തഫൽ ഫൈസി. മുഹിയുദ്ദീൻമാലയുടെ വരി 26-ാമത്തെ വരി ദീൻ താൻ വിളിച്ചോവർ അതിന്റെ വ്യാഖ്യാനത്തില. എന്നിട്ട് ഇവര് സമർത്ഥിക്കുന്നത് ദീനുൽ ഇസ്ലാം മനുഷ്യരൂപം പ്രാപിക്കുമോ ഇല്ലയെന്ന. നിങ്ങൾ ഒറിജിനൽ ഷെയ്ഖിനെ പഠിക്കുക, അദ്ദേഹത്തോട് തേടുക കുത്തുബിയത്തില്. എന്നിട്ട് തേടുമ്പോ ആരോടൊക്കെ തേടുന്നറിയോ? ഞാൻ സമയമില്ലാത്തോണ്ടോ ഒന്നും പറയണില്ല. ജിന്ന ഉലിയാക്കൾക്ക് വരെ ഫാത്തി ഓതിയിട്ട കുത്തുബിയത്ത് തുടങ്ങാം. മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറഅസാഇഹിം അഹ്മർ വത്തംറയാത് വഹശ്ശ ലഹ്കൂഷ് മൈമൂൻ ഹദലയാദ് നസ്ലസ്സൂഷ് മൈമൂൻ സന്നിക ശതദഷ്കൂഷ് അബിയദ് ശംഹൂർ ശസൗബിയ അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. ഞാൻ അശ്വിഷ്കുഷ്ണൊന്നും വെറുതെ പറഞ്ഞൊന്നല്ല, ഒന്ന് സ്ലോവില് പറഞ്ഞുതരാം, എഴുതി വെച്ചോ, റെക്കോർഡ് ചെയ്തോ. നിങ്ങളെ മൊയിലന്മാര് പറയണ്ടോ നോക്കിക്കോ. അഹ്മർ തംറയാത് ഹസ്തഷ് ലഹ്കൂഷ് മൈമൂൻ ഹദലയാത് നസ്തലശൂഷ് മൈമൂൻ സന്നിക ശതദഷ്കൂഷ് അബിയദ് ശംഹൂറഷ് സൗബിയ അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. നിങ്ങളെ ജിന്ന ഉലിയാക്കളെ നിങ്ങൾ വിളിച്ചതാ കുത്തുബിയത്തില്. എവിടെ നിങ്ങൾക്ക് ഇതൊക്കെ ഇടിനെയായി ഇരുന്ന് പഠിച്ചതാ? ഇത് സിവിൽ സർവീസ് പഠിക്കരുന്ന എനിക്ക് അത് കിട്ടുമായിരുന്നു. നിങ്ങളറിയോ, ഇതൊക്കെ വരെ എഴുതി വെച്ച് പറയാ. എന്നിട്ട് വിളിച്ച വായ കൂടുന്നതിനും ഉത്തരം നൽകും മുഹിയുദ്ദീൻമാല. കിട്ടൂല, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ തൊണ്ട പൊട്ടി വിളിച്ചിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് 1000 വട്ടം വിളിച്ചാലേ കിട്ടുള്ളൂ എന്ന് കുത്തുബിയത്ത്. അവിടെയും കിട്ടൂല. തിങ്കളാഴ്ച പാതിരാത്രി എണിച്ച് 12 റക്അത്ത് നിസ്കരിച്ച് ഇറാഖിന്റെ ബഗ്ദാദിന്റെ ഭാഗത്തേക്ക് 11 കാലടി വെച്ച് ഓരോ കാലടിയിൽ ശരണം വിളിച്ചാലേ നിങ്ങൾക്ക് കിട്ടൂ എന്ന് ഫുയൂദാത്തുർ റബ്ബാനിയ. നിഷേധിക്കാൻ പറ്റോ? മംഗലാപുരത്തുകാരെ, നിങ്ങൾക്ക് വിസയും ടിക്കറ്റും ഇല്ലാണ്ട് ദുബൈ പോണോ? അതിനു വരെത്തെ വഴിയുണ്ട്. ഷുമൂസുൽ അൻവാർ എപ്പി സമസ്തക്കാരുടെ ആദർശത്തിന്റെ മുഖമുദ്രയായ KBM ബന്ദാവൂർ എഴുതിയതാ. ഒരു കള്ളി വരച്ചൊരു മന്ത്രമൊക്കെ നടത്താൻ അങ്ങനെ ഒഴിഞ്ഞിരുന്ന് നടത്തിയ പേപ്പർ ഇങ്ങനെ ഒരടി പൊന്തിക്കും. അത് വലത് തുടയിൽ വെച്ച് കെട്ടി ദുബൈ ലക്ഷ്യമാക്കി 3 കാലടി വെക്കുമ്പോ നിങ്ങൾ ദുബൈയിലെത്തുന്ന ഫ്ലൈറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് തലക്കടിക്കണ്ടേ? കാരണം പാവം പ്രവാസികൾ ഇങ്ങനെ സൈറ്റിൽ നോക്കിയിരിക്കും, എന്നാ റേറ്റ് താഴെ വരുന്ന നാട്ടിൽ പോരാൻ വേണ്ടിയിട്ട്. ഈ വക 75 ഉറുപ്പ്യന്റെ ഈ പുസ്തകത്തിൽ ഈ വക അഭ്യാസം ഒപ്പിച്ചപ്പോ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ വളക്കണോ? അതിനും മന്ത്രമുണ്ട്. ഇതെന്ത് ദീനുൽ ഇസ്ലാമാ? ഇതെന്ത് ദീനുൽ ഇസ്ലാമാ? അതുകൊണ്ട് മഹാന്മാരുടെ പാത സുന്നത്ത് മുറുകെ പിടിക്ക്, വഴിതെറ്റൂല. നിങ്ങളെ കളിയാക്കാൻ പറഞ്ഞൊന്നല്ല. ഇത് ആരാ പറഞ്ഞുതരാ സമൂഹത്തോട്? സലഫികളല്ലാതെ ആർക്കാ പറഞ്ഞുതരാളേ? രാഷ്ട്രീയം പറയാൻ പ്രസംഗിക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. പോരാത്തതിന് മുസ്ലിം പേരിൽ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇവിടെ സംസാരിക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്. അല്ലേ? നിങ്ങൾ പഴം മുക്കിലും മൂലയിലും മാത്രം ഒതുങ്ങിയിരുന്നിട്ട് നമുക്ക് ദിക്റും ബൈത്തും മാത്രമായിട്ട് കൂടാന്ന് പറഞ്ഞേ തബ്ലീഗുകാരുണ്ടാവും. പക്ഷെ നബിമാരിറങ്ങിയ പോലെ അങ്ങാടിയിൽ ഇറങ്ങി ദീന് പറഞ്ഞുതരാൻ, സുന്നത്ത് പറഞ്ഞുതരാൻ സലഫികളല്ലാതെ ആരാളേ? അതുകൊണ്ടാ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏത് ദിനാഘോഷം ഇനിപ്പതാ ജനുവരി മാസത്തില് ഒരു കാഞ്ഞിരമുറ്റ ഷെയ്ഖ് ഫരീദ് ഔലി ആണ്ട് നേർച്ച വരുന്നുണ്ട്. ആരോടാ തേട? കാഞ്ഞിരമുറ്റത്തെ വലിയനോട്. കേരളത്തിന്റെ എറണാകുളം കോട്ടയം ബോർഡറിൽ നടക്കണ ഷെയ്ഖ് ഫരീദ് ഔലിയാന്റെ ആണ്ട് നേർച്ച മംഗലാപുരത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോടെ 300-ലധികം ബ്രാഞ്ചസ് ആണ് ഷെയ്ഖ് ഫരീദ് ഔലിയാക്ക്. അദ്ദേഹത്തിന് മംഗലാപുരത്തും ബ്രാഞ്ച് ഉണ്ട്. മനസ്സിലാവുണ്ടോ? മലയാള മാസത്തിൽ അങ്ങനെ ഒരു ആഘോഷമുണ്ട്. അപ്പൊ തന്നെ ഇസ്ലാമല്ല എന്നുള്ളത് വ്യക്തല്ലേ? ഇസ്ലാമല്ല എന്നുള്ളത് വ്യക്തല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, പ്രിയമുള്ളവര്, ആരോടാണ് തേടുന്നതെന്നറിയോ? മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നവരെ ജീലാനിയെ പഠിക്കണേ. നിങ്ങളോ അബ്ദുൽ ഖാദർ ജീലാനിയെ പഠിക്കണേ. 26-ാമത്തെ വയസ്സിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി ജന്മനാട്ടിലേക്ക് വരുന്നത് 52-ാമത്തെ വയസ്സ് വരെയിലാണ്. അതുവരെ ദീനിന്റെ പ്രബോധനങ്ങളാ.
52-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. നാട്ടുകാര് കൊടുത്ത പേരാ മുഹിയുദ്ദീൻ. ബദരീങ്ങളോട് തേടുന്നവരെ ആരാ ബദരീങ്ങളെന്നറിയുമോ? എന്തിനാ ബദരീങ്ങളുടെ ആദർശം എന്നറിയുമോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ച ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കലോ ഗാസയുടെ ഫലസ്തീനിന്റെ റഫയുടെ മണ്ണിൽ നിന്ന് കേട്ടില്ലയോ? ഉമ്മാന്റെ ജനാസക്കരികിൽ കുഞ്ഞുമക്കൾ ഇങ്ങനെ നിൽക്കാണ്. മൂത്തമോന് 9 വയസ്സുണ്ടാകും. താഴെയുള്ള മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. പാമ്പുകളെ കൊണ്ട് തലയോട്ടി പോയ 5 വയസ്സുകാരന്റെ ജനാസ കയ്യിലെടുത്തിട്ട് വാപ്പ പറയാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. 2 ഭാഗത്തേക്ക് മുടിമുടഞ്ഞു വെച്ച കുഞ്ഞുമോള് 3 വയസ്സുണ്ടാവൂലോ. പ്രിയമുള്ളവരെ, ജനാസക്ക് ചുംബനം കൊടുക്കുമ്പോ, കഫൻ പടവയിലേക്ക് വെച്ചു കൊടുക്കുമ്പോ കണ്ണു നിറഞ്ഞില്ല, ചുണ്ടു മറച്ചില്ല. വാപ്പ പറഞ്ഞു ഹസ്ബുനല്ലാഹ്. അനസ്തേഷക്ക് മരുന്നില്ലാതെ പച്ചയായ ശരീരങ്ങളിൽ നിന്ന് അവയവങ്ങളെ മുറിച്ചു മാറ്റുമ്പോ ഫലസ്തീനിന്റെ യുവത പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് താഴെ നെഞ്ചും തലയും പുറത്തു കിടക്കുന്ന അവസ്ഥകളിലോട് മരണത്തിന്റെ വേദന കടിച്ചമർത്തുമ്പോ മോന് പറഞ്ഞു ഹസ്ബുനല്ലാഹ്. ശരീരത്തിൽ പതിച്ചുകൊണ്ട് വേദന കടിച്ചമർത്തുമ്പോ അവിടുന്ന് മൂത്തമോന് മരണത്തിന്റെ വേദന കടിക്കുമ്പോ താഴെയുള്ള മോനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഹസ്ബുനല്ലാഹ്. അങ്ങ് ബദറിന്റെ ഊശ്വര മരുഭൂമിയിലോ ബദരീങ്ങൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബദരീങ്ങളോട് തേടുന്നവരെ, സഹായം തേടുന്നവരെ ആരാ ബദരീങ്ങളെന്നറിയാൻ ആ യുദ്ധത്തിന്റെ തലേ രാത്രിയില്ലയോ മുറിഞ്ഞ വാൾത്തലപ്പുകളായി കഴിക്കാൻ ഭക്ഷണമില്ലാത്ത പട്ടിണിക്കോലങ്ങളോ 3 ഇരട്ടി വരുന്ന ശത്രുസേനയോട് നേരിടാനായി കടന്നു വരുമ്പോ അല്ല പറയാ, നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയും അല്ല ഉറക്കി കിടത്തുകയാ. എന്തിനാണ് പിറ്റേ ദിവസം ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനാ? ഉറങ്ങാൻ കഴിയുമോ? 3 ഇരട്ടി വരുന്ന ശത്രുസേനയുടെ മുന്നിൽ സുസജ്ജരായി നിൽക്കുമ്പോ എങ്ങനെയാ സമാധാനത്തോടുകൂടെ ഉറങ്ങാനുള്ളത്? പക്ഷെ അല്ലാഹു ഉറക്കിക്കിടത്തിയില്ലയോ? പക്ഷെ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കച്ചത്തിന്റെ വെള്ളകാടുമാർ ഇരു കരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കറങ്ങിക്കലഞ്ഞ കണ്ണോടുകൂടെ തേടിയത് അല്ലാഹുമ്മ തുഹ്രിക ഹാദിഹിൽ ഇസാബാ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിലോ മക്കൾ യതീമുകളാകുമോ, ഭാര്യമാര് വിധവകളാകുമോ, കൊച്ചു മദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്നല്ല. ലം തുഅബദ അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. പ്രാർത്ഥിച്ച് ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീണു പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് വാരിപ്പിണർന്നിട്ട് പറയാ, മദി റസൂലേ, അല്ലാഹു കൈവിടില്ല നബിയേ. എന്തിനാണ് അവരുടെ ത്യാഗങ്ങൾ എന്നറിയുമോ? എന്തിനാ ബദരീങ്ങൾ അവരുടെ കയ്യും കാലും കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയമുള്ളവരെ,
പ്രായാധിക്യം കൊണ്ട് തളർന്നു വന്ന ഉബൈദ റളിയല്ലാഹു അൻഹു യുവാവായ ശത്രുവിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോ കണങ്കാലിന് വെട്ടുകൊണ്ട് താഴെ വീഴുകയാ. നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന് നേരെ വീണ്ടും ശത്രുവാള് കൊണ്ട് ആഞ്ഞു വെട്ടുമ്പോ അത് തടുക്കാനുള്ള ശ്രമത്തിലൂടെ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് വെട്ടേറ്റുകൊണ്ട് ബദറിന്റെ രണഭൂമി ഉബൈദയുടെ രക്തത്താൽ ചുകന്നു പോകുമ്പോ വാരിയെടുത്ത റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്തുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല നബിയേ, ചുഗന്ധേനോബൈദത്ത് എടുത്തത് അമ്മ, ചോരിന്തേ വരും വഴി കഴുകൈതമ്മ, നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശ തീരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ. റസൂലേ, അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിൽ നിന്ന് വരുന്നവനാ, ഷഹീദാവാന് മോഹിച്ചവനാ. ബദർ യുദ്ധ കളം വീട്ടു പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ. അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാന് മോഹിച്ചവനാ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കിടന്നു മരിച്ച ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? പാതിരാവിലും പാതി വിരിയുന്ന പാരിജാതങ്ങള് തോറ്റുപോകുന്ന പുഞ്ചിരിയുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ പുഞ്ചിരി മായുകയാണ്, പ്രവാചകന്റെ കണ്ണ് നിറയുകയാ. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് മുത്തുനബി പറയുന്ന വാക്കില്ലയോ, കൊഞ്ചം ബദർ പൂച്ചുണ്ടനക്കിയും ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേ തേനേ. എന്റെ പ്രിയപ്പെട്ട ഉബൈദ, അങ്ങ് ബദർ ശുഹദാക്കളിൽ പെടുന്നവനാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ ബദരീങ്ങളുടെ ത്യാഗമെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ അവരോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാ, അണ്ടഘടാഹങ്ങളുടെ സൃഷ്ടാവായ അല്ലാ, ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവായ അല്ലാ, സകലചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാ, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, നമ്മുടെ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാ. നമ്മളുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാ, അവൻ ഏകനായ റബ്ബാണെങ്കിലോ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങളെ.